എന്തുകൊണ്ട് മദ്യത്തോട് നോ പറയണം? എന്തുകൊണ്ട് ഒരു തുള്ളി മദ്യം പോലും ഉപയോഗിക്കരുത്? മദ്യം അത് ഏത് രൂപത്തിലാണെങ്കിലും, അത് വൈനാണെങ്കിലും ബിയർ ആണെങ്കിലും ഡ്രഗ് ആണെങ്കിലും മദ്യം വീട്ടിൽ കയറ്റരുത്. എന്തുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, ഇന്ന് നമ്മുടെ വിശ്വാസികളുടെ കുടുംബങ്ങളിൽ പണ്ട് ഇത് ചേട്ടന്മാരെ നോക്കി പറഞ്ഞാൽ മതിയായിരുന്നു, എന്ത് മദ്യപിക്കരുത്. ഇപ്പോ മദ്യപാനം സ്ത്രീകളുടെ ഇടയിൽ ക്രമാതീതമായി പെരുകി കഴിഞ്ഞു. ക്രമാതീതമായി കുട്ടികള്, ചെറുപ്പക്കാര്, പെൺകുട്ടികള് മദ്യപിക്കുന്നത് സാധാരണ സംഭവമായി കഴിഞ്ഞു. ഞാൻ മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മദ്യം ഉപയോഗിക്കുക, ലഹരി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഒരു ടാബു അല്ലാത്തൊരു കാലത്തേക്ക് നമ്മൾ വന്നിരിക്കണം. അങ്ങനെ കാരണം സെലിബ്രിറ്റികള്, സിനിമാ നടന്മാര്, സിനിമാ നടിമാര്, അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നവര്, ഇവരുടെ എല്ലാം ഒരു സ്വാധീനം നമ്മുടെ തലമുറയിൽ ശക്തമായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, വീടിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ മദ്യത്തോട്, മയക്കുമരുന്നിനോട്, ലഹരിയോട് പുലർത്തേണ്ട ഒരു അകലമുണ്ട്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, കാരണം അതിൽ ദുരാസക്തിയുണ്ട്. ഞാൻ പറയാൻ പോണ എന്തുകൊണ്ട് മദ്യപിക്കരുത്. ഒന്നാമത്തെ കാരണം, അതിൽ ദുരാസക്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? മദ്യപിക്കുന്ന സമയത്ത്, മദ്യം അകത്ത് കയറുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ അകത്തുള്ള എല്ലാ അധമബോധവും ഉണരും. ബേസ് ഇമോഷൻസ്, അതായത് നോർമലായിരിക്കുന്ന ഒരു സമയത്ത് അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന വൈകാരിക ഭാവങ്ങൾ മദ്യപിച്ചു കഴിയുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ കയറി വരും. അതായത് അയാൾ ബോധമനസ്സോടെ സംയമനം പുലർത്തി അമർത്തിപ്പിടിച്ച വൈകാരിക ഭാവങ്ങൾ മദ്യം ഉണർത്തിക്കൊണ്ടുവരും. കുടുംബത്തിനകത്ത് ദമ്പതികൾ മദ്യം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അതിൽ ദുരാസക്തിയുണ്ട്, അതിലൊരു പൈശാചികതയുണ്ട്. അത് നമ്മളിലെ തിന്മയെ ഉണർത്തിവിടും. അതിൽ ദുരാസക്തിയുണ്ട്, അതിൽ പൈശാചികതയുണ്ട്. അതുകൊണ്ടാണ് മദ്യം പിശാചാണെന്ന് പറയുന്നത്. മദ്യത്തിനകത്ത് പിശാചുണ്ട്. അപ്പൊ റീസൺ നമ്പർ 1, നമ്മുടെ ബേസ് ഇമോഷൻസിനെ ഇത് ഉണർത്തിവിടും. മദ്യം പിശാചാണ്. മദ്യം മാറുന്നിടത്ത് ദൈവകൃപ വരും. അതിന് നിങ്ങൾ ലോകത്തെ ഏത് ദൈവശാസ്ത്രം കൊണ്ട് മദ്യപാനം നല്ലതാണെന്ന് സ്ഥാപിച്ചാലും, ബൈബിളിൽ നിന്ന് കാനായിലെ കല്യാണ വിരുന്നോ പൗലോസ് തിമോത്തിയോട് അല്പം വീഞ്ഞ് ഉപയോഗിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ വാക്യമോ അതനുസരിച്ചുള്ള മറ്റു വാക്യങ്ങളോ എടുത്ത് നിങ്ങൾ 1000 പ്രാവശ്യം 1000 വാദഗതികളോടെ അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ലോകത്ത് ഏറ്റവും കരുത്തരായ വലിയ 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 ദക്ഷിണാശാലികളായ ആളുകളുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. തകർന്നടിഞ്ഞ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ പറയുന്നു, മദ്യം പിശാചാണ്. മദ്യപിക്കുന്നവൻ രക്ഷപ്പെടില്ല. മദ്യം മാറ്റി നിർത്തേണ്ട തിന്മയാണ്. അത് വീട്ടിൽ നിന്ന് മാറ്റി നിർത്തണം, കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തണം, വിശേഷാവസരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം, നമ്മൾ കൂടി വരുന്ന സന്ദർഭങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം. സ്വകാര്യ ജീവിതത്തിൽ നിന്നും പൊതുജീവിതത്തിൽ നിന്നും പറിച്ച് ദൂരെ എറിയേണ്ട മഹാവിപത്താണ് മദ്യപാനവും ലഹരിയുടെ ഉപയോഗം. അതുകൊണ്ട് വിശ്വാസി ഒരു തീരുമാനം എടുക്കണം, എന്റെ വീട്ടിൽ മദ്യം കയറ്റില്ല, എന്റെ ശരീരത്തിലും മദ്യം പ്രവേശിക്കാൻ ഞാൻ സമ്മതിക്കില്ല.